Hello, welcome to Rainforest Pets and Plants YouTube series. In this episode, let's bust some myths regarding pet health care. ഈ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫസ്റ്റ് നമ്മൾ പലരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഇൻഡോർ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന പെറ്റ്സിന് ടിക്സോ ഫ്ലീസോ ഒന്നും വരില്ല എന്നുള്ളത്. പക്ഷേ ലെറ്റ് മീ ടെൽ യു ഹൗ ദിസ് ഇസ് എ മിത്ത് ആസ് ഒപ്പോസ് ടു ദ റിയാലിറ്റി. ഈ ഫ്ലീസിൻ്റെയും ടിക്സിൻ്റെയൊക്കെ എഗ്സ് ചിലപ്പോൾ നമ്മളുടെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ ഇതിൻ്റെ ലാർവൽ സ്റ്റേജസ് ഒക്കെ വേറെ എവിടെന്നെങ്കിലുമൊക്കെ നമ്മൾ വഴിയും ട്രാൻസ്ഫേർഡ് ആയിട്ട് ഇൻഡോർ പെറ്റ്സിന് വരാം. അതുപോലെ റെയർ ആയിട്ടുള്ള കേസസിൽ ഇതൊക്കെ പറന്നും നമ്മളുടെ പെറ്റ്സിലേക്ക് വരാം. അപ്പോൾ ഇൻഡോർ ആയിട്ടുള്ള സ്ട്രിക്ട്ലി ഇൻഡോർ പെറ്റ്സിനും ടിക്ക് ആൻഡ് ഫ്ലീ പ്രിവെൻഷൻ നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ക്യാറ്റ്സ് എപ്പോഴും വീഴുമ്പോൾ 4 കാലിൽ തന്നെ വീഴും എന്ന് നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നൊരു പഴഞ്ചൊല്ല് പോലെ സിമിലർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ഓൾവേസ് നെസസറിലി ട്രൂ. ഇപ്പം വളരെ ഹൈറ്റുള്ള ഏരിയാസിൽ നിന്ന് താഴെ വീഴുന്നുണ്ടെങ്കിൽ ക്യാറ്റ്സ് ചിലപ്പം ഇൻജേർഡ് ആവാൻ ചാൻസസ് ഉണ്ട്. 4 കാലിൽ തന്നെ വീണോളണം എന്നില്ല. അപ്പോൾ എസ്പെഷ്യലി അങ്ങനെ വേറെ 2ാമത്തെ 3ാമത്തെ ഫ്ലോർസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ക്യാറ്റ്സ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഫോള് കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പണ്ട് തൊട്ട് നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളി വെച്ചിട്ട് ഈ ചെള്ള് പോലത്തെ ടിക്സ് ഫ്ലീസിനെയൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ ദിസ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. കാരണം ഗാർലിക് നമ്മളുടെ പെറ്റ്സിന് ടോക്സിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതൊരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ വേറൊരു മിത്താണ് നമ്മളുടെ ഡോഗ്സിൻ്റെ നോസ് എപ്പോഴും വെറ്റ് ആൻഡ് കോൾഡ് ആയിട്ട് ഇരിക്കണം എന്ന്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ട് വന്നൊരു കാര്യമാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് നെസസറിലി ട്രൂ. ബിക്കോസ് നോസിൻ്റെ ആ ഒരു കോൾഡ്നെസ് അല്ലെങ്കിൽ വോംത്ത് അല്ലെങ്കിൽ വെറ്റ്നെസ് ഡ്രൈനെസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പെറ്റിൻ്റെ ടെമ്പറേച്ചർ റിലയബിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും തെർമോമീറ്റർ വെച്ച് തന്നെ ടെമ്പറേച്ചർ എടുത്താലേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നോസിൻ്റെ ആ ഒരു നനവോ അതിൻ്റെ കൺസിസ്റ്റൻസി വെച്ചിട്ട് നമുക്കൊരിക്കലും പെറ്റിൻ്റെ ഒരു ഹെൽത്ത് സ്റ്റേറ്റസിനെ പറ്റി കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മളുടെ സീനിയർ ആയിട്ടുള്ള പെറ്റ്സ്, അതായത് ഇത്തിരി കൂടെ പ്രായമുള്ള ഡോഗ്സ് ക്യാറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർ കുറച്ച് സ്ലോ ആവുന്നതും കുറച്ച് ക്ഷീണം പോലെ കാണിക്കുന്നതും ഒക്കെ അവരുടെ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയുന്നതിന് പകരം അവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം നോട്ട് ഓൾ ദോസ് വീക്ക്നെസ്സസ് ആർ ഡ്യൂ ടു ഓൾഡ് ഏജ്. ചിലപ്പോൾ എന്തെങ്കിലും ഹാർട്ട് ഇഷ്യൂസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ് ഈ ഒരു ഏജിൽ വരാം. നമ്മളുടെ മുന്നേ ഉള്ള റീൽസിലും യൂട്യൂബ് സീരീസിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം പ്ലീസ് ഫീൽ ഫ്രീ ടു വൈൻഡ് ബാക്ക് ആൻഡ് വാച്ച് ദോസ് വീഡിയോസ്. പക്ഷേ എപ്പോഴും സീനിയർ ഡോഗ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് റെഗുലർ ചെക്കപ്സ് കൂടുതൽ വേണ്ടതാണ്.